ഹലോ ഗൈസ്, ടാസ ഖബറിൻ്റെ 6ാമത്തെ എപ്പിസോഡാണിത്. എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് വസിയുടെ ചെറുപ്പകാലമാണ്. അവിടെ വസിയുടെ വീട്ടിലാണെങ്കിൽ വസിയും വസിയുടെ അമ്മയും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വസിയാണെങ്കിൽ വസിയുടെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഈ മാജിക്കും അത്ഭുതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ വസിയുടെ അമ്മ പറയുകയാണ്, മാജിക് എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പറ്റിക്കുന്നതും അത്ഭുതം എന്ന് വെച്ചാൽ ഒരു അമാനുഷിക കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതുമാണ് അത്ഭുതം എന്ന് വസിയുടെ അമ്മ വസിയനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് വസിയുടെ അച്ഛൻ ആ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് വസിയുടെ അമ്മയാണെങ്കിൽ അച്ഛനോട് ചോദിക്കുകയാണ് പോയ കാര്യം എന്തായെന്ന്. അപ്പം അച്ഛൻ പറയുകയാണ്, ഈ പ്രാവശ്യം ജോലി കിട്ടിയില്ല, അവർക്ക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരെ ജോലിക്ക് മതിയെന്ന് എന്നും പറഞ്ഞ് വസിയുടെ അച്ഛനാണെങ്കിൽ വസിക്ക് ഒരു കളിപ്പാട്ട് തോക്ക് മേടിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഈ തോക്ക് വെച്ച് എല്ലാത്തിനെയും പൊട്ടിക്കുകയാണ് വേണ്ടതെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് മൊത്തം പ്രസന്റിലുള്ളതാണ്. ഇവിടെ വസന്ത് ബി സൈഡ് വന്ന് നിൽക്കുമ്പോൾ വസന്തിന്റെ കൂടെ ഉള്ളവരുടെയും വസന്തിന്റെയും വീടാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുകയാണ്, എന്തെങ്കിലും അനധികൃതമായ പൈസ ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. ഈ റെയ്ഡ് ചെയ്യാനൊക്കെ പറഞ്ഞു വിട്ട് ഷെട്ടി സാറാണ്. എന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഷെട്ടിലെടുത്ത് തിരിച്ചുവിട്ട് പറയുകയാണ് അവിടെ നിന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് വസന്ത് ബീച്ചിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ വസന്ത് മേടിക്കാൻ ആഗ്രഹിച്ച വീടിന്റെ ഉടമസ്ഥന്റെ പട്ടിയെ ബീച്ചിൽ ശല്യം ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വസന്ത് ആണെങ്കിൽ വീടിന്റെ ഉടമസ്ഥനോട് പറയാണ്, എനിക്ക് ഈ പട്ടിയെ വേണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ആ വീട് എഴുതി തരണമെന്ന് വസന്ത് ആണെങ്കിൽ വീടിന്റെ ഉടമസ്ഥനോട് പറയാണ്. ഉടമസ്ഥൻ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനമാണെങ്കിൽ വസന്ത് ആഗ്രഹിച്ച വീട് കൈക്കലാക്കുകയാണ്. എന്നിട്ട് വസന്തയിൽ ഉണ്ടായിരുന്ന ബെൻസോ പട്ടിയും ആ വീടിന്റെ ഉടമസ്ഥനെ കൊടുത്തിട്ട് വീടിനകത്ത് കയറി പോവുകയാണ്. ആ സമയത്ത് വീടിന്റെ ഉടമസ്ഥൻ ബെൻസ് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ അലർട്ട് കാണിക്കുന്ന ബോണറ്റ് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയിട്ട് ബോണറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോഴാണ് ഇഷ്ടം പോലെ പൈസ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഇന്ന് റെയ്ഡ് നടക്കും എന്നുള്ള കാര്യം വസന്തൻ നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് വസന്തന്റെ കൂടെ ഉള്ളവർ ഇൻകം ടാക്സ് പൈസ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നിന്ന് പൈസ മാറ്റിയിരുന്നു. അത് കാണിക്കും വസന്തിന്റെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ വസന്തിന്റെ ഭാര്യയും കൂട്ടുകാരും അമ്മയും ഉണ്ടായിരുന്നു. എന്നിട്ട് വസന്താണെങ്കിൽ അവരോട് പറയാണ്, എനിക്ക് കിട്ടിയ 2 ഭാഗ്യങ്ങളാണ് എന്റെ ഭാര്യ എന്റെ വീടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാം പുറത്തു പോയി കറങ്ങി നടക്കുമ്പോൾ ആണെങ്കിൽ മെഹബൂബായോട് വീടും കാര്യവും വരവും എല്ലാം വസന്തിനെയാണ്, നമ്മളെ വസന്തിന്റെ സൈഡായിട്ട് നടക്കുവാണല്ലോ എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്ന വസന്തിന്റെ ഭാര്യയായ മധു കണ്ണാടി നോക്കിക്കൊണ്ട് മേക്കപ്പ് ഇടുകയായിരുന്നു. ആ സമയത്ത് വസന്ത് വന്നപ്പോൾ മധുവാണ് വസന്തിനോട് ചോദിക്കുന്നത്, നമുക്ക് ഇതെല്ലാം നിർത്താമെന്ന്. വസന്ത് പറയുകയാണ്, ഞാൻ ഇതിപ്പോൾ നിർത്തിട്ടില്ല, ഞാനൊരു വാർത്തയാകുന്നവരെ ഞാനിത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ബെറ്റിങ്ങിന് സമയമായപ്പോൾ വസിയാണെങ്കിൽ എല്ലാവരോടും ചോദിക്കുകയാണ് ബാക്കി എത്ര പൈസ ഉണ്ടോ. 5 കോടി ഉണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അവസാനത്തെ 5 കോടി ആണെങ്കിൽ വസി നേരെ കൊണ്ടിട്ട് ഇംഗ്ലണ്ടിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞ് വസിയാണ് ഷാസിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഈ ബെറ്റിൽ നമുക്ക് എത്ര കിട്ടുന്നോ നിന്റെ കമ്മീഷൻ സമ്മാനം ആയിരിക്കുമെന്ന് വസിയാണ് ഷാസിയോട് പറയുകയാണ്. അവസാനം വസിയെ വെച്ച് ഇംഗ്ലണ്ട് ആണെങ്കിൽ അവസരം ജയിക്കുകയുണ്ടായി. ജയിച്ചതുകൊണ്ട് തന്നെ വസിക്കാണ് ഏകദേശം 500 കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വസി എല്ലാവരോടും പറയാണ്, ഞാൻ ഇവിടെ ചൂതാട്ടത്തിലെ രാജാവാണ്, എന്നെ അനുസരിച്ച് എല്ലാവരും ജീവിക്കണം എന്ന് പറയുകയാണ്. ഈ ബെറ്റിങ്ങിന് ശേഷം വസന്ത് സുഹാനി ആണെങ്കിൽ ഒരു മേക്കപ്പ് ബ്രാൻഡ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ മധു ആണെങ്കിൽ സ്വന്തം സ്റ്റിച്ചിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഷാസിക്കാണെങ്കിൽ അമേരിക്കയിലെ സ്കോളർഷിപ്പോട് കോളേജ് അഡ്മിഷനും കിട്ടി. ഇവിടെയുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആണെങ്കിൽ പീറ്ററിന്റെ ബാങ്ക് ബാലൻസ് ആണെങ്കിൽ മൈനസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആണെങ്കിൽ വസിയുടെ വീട്ടിൽ ന്യൂ ഇയർ പാർട്ടി നടക്കുകയാണ്. അവിടെ ആണെങ്കിൽ പീറ്ററും മെഹബൂബായും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മധു വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വന്നത് സന്തോഷമുണ്ടെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വസിയുടെ ഫോണിലേക്ക് ആണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. മധുബാലയും ഷെട്ടിനെയും അവരുടെ പഴയ ലോറിയിൽ നിന്ന് പൊക്കി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരികയാണ്. ആ സമയത്താണ് ഷെട്ടി ന്യൂ ഇയർ പാർട്ടിക്ക് വരുന്നത്. അപ്പൊ വസന്താണ് ഷെട്ടിയോട് പറയുകയാണ്, വന്നത് നല്ല സന്തോഷമുണ്ടെന്ന്. എന്നിട്ട് ഷെട്ടി പറയുകയാണ്, നീ എന്നെ വിളിക്കാതിരുന്നതിന് എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന്. എന്നിട്ട് ഷെട്ടി പറയുടെ ബാക്കിയുള്ളവർ എന്റെ കാലിന്റെ അടിയിൽ ഞാൻ ഞെരുക്കിയ പോലെ നിന്നെ ഞെരുക്കാൻ ഞാൻ വിചാരിച്ചു, പക്ഷെ നീ അങ്ങ് പെട്ടെന്ന് അങ്ങ് വളർന്നു പോയെന്ന് എന്നും പറഞ്ഞ ഷെട്ടി ആണെങ്കിൽ വസയുടെ കയ്യിലുണ്ടോ മദ്യം എടുത്ത് ഷെട്ടിയുടെ കാലിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് പറയാണ്, അയ്യോ ഇത് മറിഞ്ഞു പോയല്ലോ എന്ന്. എന്നിട്ട് ഷെട്ടി പറയാണ്, എന്റെ കൂടെ ഉണ്ടായിരുന്ന വേലക്കാരനെ വിളിച്ചിട്ട് ഈ ഷൂ മാറ്റാൻ പറയുക. വേലക്കാരനാണെങ്കിൽ വസിയുടെ അപ്പനും ആയിരുന്നു. വസിയാണ് അപ്പനോട് മാറാൻ പറഞ്ഞിട്ടാണ് അപ്പൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പൻ വസിയോട് പറയാൻ, നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തേക്ക് വരില്ലെന്ന് എന്നും പറഞ്ഞ് വസിയുടെ അപ്പൻ വസിയുടെ അടുത്തുനിന്ന് പോവുകയാണ്. ആ ദേഷ്യത്തിൽ വസിയെ പോയിട്ട് സുഹാനിക്ക് കിസ് കൊടുത്തു. അത് ഇഷ്ടപ്പെടാത്ത മധു ആണെങ്കിൽ വസിക്ക് ഒരു അടിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വസി പറയാണ്, എനിക്ക് ഒരാൾക്കൊരു കിസ് കൊടുക്കാൻ പോലും പാടില്ലെന്ന്, നീ കുറെ പേരുടെ അടുത്ത് കിടന്നിട്ടുണ്ടല്ലോ എന്ന് വസിയ മധുവോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് നിന്ന മധു ആണെങ്കിൽ വസിയുടെ അവസാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നിനക്ക് കിട്ടിയ വരദാനം നിനക്ക് ഇപ്പോൾ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മധു ആണെങ്കിൽ വസിയോട് പറയുകയാണ്. അതും കൂടെ കേട്ടേച്ച് വസിയാണ് എല്ലാവരോടും പറയാണ് എല്ലാവരും ഇവിടെ വിട്ട് പോവാനായിട്ട്. ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വസിയാണെങ്കിൽ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസിയുടെ അമ്മ വരുവാണ്. എന്നിട്ട് വസിയനോട് പറയുകയാണ്, നിന്റെ അപ്പം കുടിക്കും ബഹളം ഉണ്ടാക്കും എല്ലാം ചെയ്യും, പക്ഷെ അങ്ങേർക്കൊരു പ്രത്യേകതയുണ്ട്,
അങ്ങേര് ഒരിക്കലും മാറിയിട്ടില്ല. അതിന് കാണിക്കുന്നത് അതുപോലെയാണെങ്കിൽ അവളുടെ പഴയ സ്ഥലത്ത് വന്ന് ഇരിക്കുന്നതാണ്. അതേസമയം വസിയാണെങ്കിൽ അവന്റെ വണ്ടിയിലേക്ക് ഒരു ബാഗ് നിറച്ച് പണം എടുത്തിട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവനുണ്ടായിരുന്ന ആദ്യത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് വസന്ത ആണെങ്കിൽ വസന്തിന്റെ പഴയ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെയാണെങ്കിൽ അവന്റെ അപ്പൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ അപ്പൻ്റെ അടുത്ത് വസന്ത വന്ന് ഇരിക്കുകയാണ്. അതേസമയം വസന്ത ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, വസന്ത ഗൗഡ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട്. അതും കാണിച്ചുകൊണ്ട് താസ ഖബർ സീസൺ 1 ഇവിടെ തീരുകയാണ്.